വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ധ്യാനിച്ചപ്പോൾ ലഭിച്ച വചനഭാഗങ്ങളാണ് ഞാനിന്ന് വിചിന്തനത്തിനായി എടുക്കുന്നത്. ആദ്യം കിട്ടിയ വചനഭാഗം ഡാനിയേൽ 9:18. ദാനിയേൽ പ്രവാചകൻ 9:18. എൻ്റെ ദൈവമേ, തല ചായ്ച്ച് കേൾക്കണമേ. എൻ്റെ ദൈവമേ, തല ചായ്ച്ച് കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങേ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രവിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ. കർത്താവെ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ഇതിനകത്ത് ഏറ്റവും എന്നെ സ്വാധീനിച്ച ഭാഗം, ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങേ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയാലല്ല, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മളെ ഹൃദയങ്ങൾ പോലും, ഹൃദയ വിചാരങ്ങൾ പോലും കാണുന്ന ദൈവം, ദൈവത്തിൻ്റെ മുൻപിൽ ആരാണ് നീതിമാനായിട്ടുള്ളത്? ദൈവം മാത്രമാണ് നീതിമാൻ. അങ്ങനെയുള്ള സർവശക്തൻ്റെ മുൻപിൽ എന്ത് മേന്മയാണ് ഈ അല്പനാളത്തേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായി അവസരം ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യന്. മനുഷ്യൻ വെറും പൊടിയാണ്, വെറും മണ്ണാണ്, മണ്ണിലേക്ക് തിരിച്ചു പോകും. അവന് എന്ത് മേന്മയാണ് ഉള്ളത് ദൈവത്തിൻ്റെ മുൻപിൽ യാചനകൾ അർപ്പിക്കാൻ? പക്ഷേ ഇവിടെ ദൈവം നമുക്ക് വീണ്ടും പ്രത്യാശ നൽകുന്നു. നമ്മുടെ ക്രെഡിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ, ഞങ്ങൾ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. വി ആർ ഓൾ സിന്നേഴ്സ്. സോ വി ഹാവ് ഹോപ്പ് ഇൻ യുവർ കൈൻഡ്നെസ്. സോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ കർത്താവിന് മനസ്സിലാകും. നമ്മൾ എത്ര അശക്തരാണെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അപ്പോൾ അതൊരു പ്രത്യാശ നമുക്ക് നൽകുന്നു. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ പാപികളെ തേടിയാണ് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ വീഴ്ചകളുടെയും പാപങ്ങളുടെയും ഒക്കെ കാഠിന്യം അല്ലെങ്കിൽ നിറം എത്ര ചുമപ്പാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യത്തിന് അത് വെളുപ്പിക്കാൻ സാധിക്കും. നമുക്ക് ആത്മാർത്ഥമായി കർത്താവിൽ ശരണം തേടാം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ആ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. വീണ്ടും പ്രഭാഷകൻ 17:24. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. പ്രഭാഷകൻ 17:24. പശ്ചാത്തപിക്കുവിൻ, തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ.
അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. ഇതും വളരെയധികം ഒരു സമാധാനം നൽകുന്ന വചനങ്ങളാണ്. കർത്താവിലേക്ക് തിരിയുവിൻ, പാപങ്ങൾ പരിത്യജിക്കുവിൻ. നമ്മൾ വീണുപോയാലും കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും. കർത്താവിൽ ആശ്രയം അർപ്പിക്കുവിൻ. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ യു ക്യാൻ ഡു എനിത്തിങ് ഓർ ഐ ക്യാൻ ഡു എനിത്തിങ് എന്നൊക്കെയുള്ള ഒരു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് പിച്ചൊക്കെ. ഇവിടെ പറയുന്നു, യു ആർ നത്തിങ്, യു റിലൈ ഓൺ ജീസസ് ക്രൈസ്റ്റ്, ഹി വിൽ ഡു തിങ്സ് ഫോർ യു. നമ്മൾ ആകെ കൂടി ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ പരിത്യജിക്കുകയും കർത്താവിലേക്ക് തിരിയുകയുമാണ്. ഈ ഒരു വിവേകം കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. അഹംഭാവം വെടിഞ്ഞ് നമുക്ക് കർത്താവിലേക്ക് തിരിയാം, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം, കർത്താവിനോട് ക്ഷമ ചോദിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ.